എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ കൂടെ ഞാനിപ്പോൾ പലതരത്തിലുള്ള മീൻ അച്ചാറുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. 100,000 വാട്സപ്പ് മെസ്സേജുകളും കോളുകളുമാണ് എനിക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടും വരുന്നത്. എങ്കിൽ തന്നെയും ഇപ്പോഴും എല്ലാവർക്കും വളരെ തന്നെ സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു 3 കിലോ മീൻ വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കിയാൽ നമുക്ക് 3 കിലോ അച്ചാർ തന്നെ കിട്ടണമെന്നില്ല. മീൻ കഷ്ണങ്ങളാക്കി വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. മീൻ വാങ്ങിയിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും 1/2 കിലോ മീനിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതാണ്. മുള്ളും തലയൊക്കെ മാറി വരുമ്പോൾ തന്നെ മീനിൻ്റെ 1/2 കിലോ ഭാഗം നമുക്ക് നഷ്ടമായി പോകും. പിന്നീട് നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു സമയമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കട്ട് ചെയ്ത് മീൻ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അച്ചാറിനായിട്ടുള്ള മീൻ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണം എടുക്കാനായിട്ട്. മീൻ വാങ്ങുമ്പോൾ നമുക്ക് ലാഭത്തിൽ കിട്ടുന്നതിനായിട്ട് ലേലം വിളിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതും. മീൻ ലേലം വിളിച്ചെടുക്കുന്നതിനായിട്ട് ആ ഒരു സമയത്താണ് നമ്മൾ ചെല്ലേണ്ടതും. ഇന്ന് ഞാനിവിടെ 3 കിലോ മീൻ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് 2 കിലോ അച്ചാറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ കൂടെ ഞാനിപ്പോൾ പലതരത്തിലുള്ള മീൻ അച്ചാറുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് കഴുകിയെടുക്കുന്നതും വറുത്തെടുക്കുന്നതും ഒന്നും തന്നെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും ഒരു തരി പോലും കേടാവാതെയും സൂക്ഷിക്കുന്നതെന്നും ഉണ്ടാക്കിയെടുക്കുന്നതെന്നും വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നല്ലൊരു മീനച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് 3 കിലോ അളവിൽ ഞാൻ ചൂരമീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മീൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് ഈ ഒരു രീതിയിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് മീൻ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മീൻ കഴുകിയെടുക്കുന്നതും കുഴച്ചെടുക്കുന്നതും ഒന്നും കാണിക്കാതിരുന്നത്. മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം കോൺഫ്ലോറും കൂടി ചേർത്തതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയിലേക്ക് അച്ചാറിന് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അച്ചാർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കൂടുതലും നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറുള്ളതും. നല്ലെണ്ണ ഒരു 150 ഗ്രാം അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കടുക് പൊട്ടിയ എണ്ണയിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ വറ്റൽമുളകും കറിവേപ്പിലയും നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 6 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അതുവരെയും നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ വഴറ്റുന്ന ചേരുവകൾ നല്ല മെറൂൺ കളറിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടിയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള 2.5 കിലോ മീന് 5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഇതേ ഒരു പാകമായാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ടുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. 1 കിലോ മീന് 2 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്. 1/2 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി എടുത്താലും മതിയാകും. ഇനിയിപ്പോൾ ഗരം മസാല നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഞാനിപ്പോൾ മീനച്ചാറിലേക്ക് ഗരം മസാല കുറച്ച് ചേർക്കാറുണ്ട്. ചട്ടിയുടെ ചൂട് വളരെ കുറഞ്ഞ സമയത്തായിരിക്കണം ഇതുപോലെ മസാലപ്പൊടികൾ ചേർക്കേണ്ടത്. ചെറിയ ചൂടിൽ വെച്ച് കൊടുത്ത് തന്നെ നല്ല പോലെ തന്നെ ഒന്നും കൂടെ മുരിയിച്ചെടുക്കാം. പൊടിയിലെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന പാകത്തിൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ കൂടി ചേർക്കാം. ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും മസാലപ്പൊടിയും മീനും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു മീനിൻ്റെ അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നിങ്ങൾ എടുക്കുന്ന മസാലപ്പൊടികളും കുറച്ചധികം തന്നെ എടുക്കേണ്ടതുമാണ്. മസാലപ്പൊടികളും മീനും കൂടെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മീനൊന്ന് തണുത്ത് വരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം.
ഇനി ബാക്കിയുള്ള പണികളെല്ലാം തന്നെ നമുക്ക് മീനിൻ്റെ ചൂടൊന്നാറിയതിന് ശേഷമായിരിക്കണം. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് മീൻ ഒരു ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ മീൻ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ചെടുത്തിട്ടില്ല ഉലുവ, കായം, കടുകാണ്. ഇതൊരു 3 സ്പൂൺ അളവിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഈ ഒരു പൊടികളും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കിലോഗ്രാം കടുകിലേക്ക് 100 ഗ്രാം ഉലുവയും 100 ഗ്രാം തന്നെ കായം കൂടി ചേർത്ത് നല്ലതുപോലെ ചൂടാക്കി പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ കാലത്തേക്ക് നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. നമ്മുടെ മീനൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ചൂടാറി വന്നപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്ന ഒരു കാര്യമാണ് 250 മില്ലി വെള്ളത്തിൽ 250 മില്ലി അളവിൽ തന്നെ വിനാഗിരിയും 100 ഗ്രാം അളവിൽ നല്ലെണ്ണയും കൂടി ചേർത്ത് നല്ലവണ്ണം വെട്ടി തിളപ്പിച്ച് ആറിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. ഇനി നമുക്ക് ഈ വെള്ളം അച്ചാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് ഗ്രേവി കൂട്ടാനായിട്ട് ഞാൻ ഇതുവരെയും ചെയ്തു പോകുന്ന ഒരു പാചക രീതിയാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചൊഴിച്ചു എന്നോർത്ത് നമ്മുടെ അച്ചാറൊന്നും കേടായി ഇതുവരെയും പോയിട്ടില്ല. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അച്ചാറിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടെ പിടിച്ച് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചരച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ അച്ചാർ നല്ല കട്ടിയായിട്ട് നല്ല ഗ്രേവിയോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ്, പുളി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാറിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ നല്ലൊരു ചൂര മീൻ അച്ചാർ ഇവിടെ റെഡിയാണ്. എത്ര കിലോ മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ അച്ചാർ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതുപോലുള്ള ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുള്ള കൂട്ടുകാർക്ക് അളവുകൾ ചോദിച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ കൂടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.